നമസ്കാരം, ഞാൻ ഡോക്ടർ ആരതി. ഞാനിന്ന് പറയാൻ പോകുന്നത് ആയുർവേദത്തിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം ആയുർവേദ സോപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ആയുർവേദത്തിൽ പറയുന്ന വർണ്ണ്യദശേമാനി, അതായത് കുറച്ച് കളർ എൻഹാൻസ് ചെയ്യാനും സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനും സ്കിന്നിൻ്റെ ഹെൽത്തിനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം ഇത് വയമ്പാണ്. വയമ്പ്, കസ്തൂരി മഞ്ഞൾ, വേമ്പാട, ഇത് മഞ്ചട്ടീൻ്റെ പൊടിയാണ്. ഇതാണ് മഞ്ചിഷ്ടം, യഷ്ടിമധു, അതായത് ഇരട്ടിമധുരത്തിൻ്റെ പൊടി, രാമച്ചം. ഇതൊക്കെ ഒരു വർണ്ണ്യദശേമാനിയിലുള്ളതാണ്. അതുപോലെ കളർ എൻഹാൻസ് ചെയ്യാനും സ്കിന്നിനെ നിറം വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ്. പിന്നെ രക്തചന്ദനപ്പൊടി നമ്മൾ കൽക്കായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, നമുക്കത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് എടുത്തത്. അപ്പോൾ നമുക്ക് തുളസി, കറ്റാർവാഴ, അലോവേറ ജെല്ല് വേണം, പിന്നെ നീമ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ നാൽപ്പാമര ഉപയോഗിക്കുന്നില്ല. അതിന് പകരം ഞാൻ കുറച്ച് ഏലാദി തൈലം, ഏലാദീൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം, വളരെ സ്കിന്നിന് ബെനിഫിഷ്യലാണ്. സ്കിന്നിന് വരുന്ന അലർജി കണ്ടീഷൻസിനൊക്കെ ഏലാദി വളരെ നല്ലതാണ്. അപ്പോൾ ഏലാദി തന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ അല്ലാതെ ഞാൻ കുറച്ച് കുങ്കുമാതി തൈലം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ റോസ് വാട്ടർ, കുങ്കുമാതി തൈലം, ഏലാദി തൈലം, പിന്നെ കോക്കനട്ട് ഓയിൽ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ, ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഷിയ ബട്ടറിൻ്റെ സോപ്പ് ബേസ് ആണ്. ഷിയ ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടെ സ്കിന്നിന് നല്ല ഇതാണ്. പിന്നെ റോസ് വാട്ടറും. വേമ്പാടയും വയമ്പും കൂടെ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇത് വളരെ നല്ല സ്മെല്ലാണ്. അപ്പം ഇതിലേക്ക് തന്നെയാണ് ഞാൻ ഇനി ഒന്നുകൂടി തുളസിയും ബാക്കി ഇലകളും മിക്സ് ചെയ്യുന്നത്. ആര്യവേപ്പും തുളസിയും ഇതിനോട് കൂടി അലോവേറ ജെല്ലും കൂടെ ഞാൻ ജെൽ ഫോം ആക്കിയിട്ട് ഇടുകയാണ്. ഇതിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇപ്പം നല്ലൊരു സ്മെല്ലും നല്ല ഫൈനായിട്ട് അരഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ രാമച്ചും, മഞ്ചട്ടി, ഇരട്ടിമധുരത്തിൻ്റെ പൊടി, പിന്നെ കസ്തൂരി മഞ്ഞളും കൂടെ ആഡ് ചെയ്യണം. ഇത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ്. ഇത് കസ്തൂരി മഞ്ഞളുടെ പൊടി. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ചട്ടീൻ്റെ പൊടിയാണ്. ക്വാണ്ടിറ്റി ഞാൻ എടുത്ത് വെച്ചതായിരുന്നു. മഞ്ചിഷ്ട ആഡ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇരട്ടിമധുരത്തിൻ്റെ പൊടിയാണ്. നമ്മൾ എടുത്ത് വെച്ച പൊടികളൊക്കെ ആഡ് ചെയ്യാം. കുറച്ച് രാമച്ചത്തിൻ്റെതും അല്ലാതെ ആഡ് ചെയ്യാം. രാമച്ചം ഇനി ഏലാദി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ കൽക്കം. അപ്പം പേസ്റ്റ്. അപ്പോൾ ആദ്യം ഇതിന് ഒരു വേമ്പാടേൻ്റെ നല്ല സ്മെല്ലായിരുന്നു, വയമ്പിൻ്റെ. ഇപ്പം ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തപ്പോൾ അത് വേറൊരു സ്മെല്ലായിട്ട് മാറി. അപ്പോൾ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് കുങ്കുമാതി തൈലം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഇനി നമ്മൾ ബേസ് ഉണ്ടാക്കിയിട്ട് ബേസിലേക്ക് ഇത് ആഡ് ചെയ്യുന്നു. ഡബിൾ ബോയിലിംഗ് പോലെ ഇത് മെൽറ്റ് ചെയ്യിക്കണം.
നല്ലോണം കംപ്ലീറ്റ്ലി മെൽറ്റായി. ഇനി നമ്മൾ നമ്മുടെ കൽക്കം ആഡ് ചെയ്യണം. നമുക്ക് ബേസിൽ ഇടാം. ഇത് ജസ്റ്റ് രാമച്ചാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സോപ്പ്. നമുക്ക് ഈ സോപ്പ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകാനും കുളിക്കാനൊക്കെ നല്ലതാണ്. ജസ്റ്റ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല